എയർപോർട്ടുകളിലെ അറസ്റ്റിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ചില ആളുകളെ വിമാനത്തിൽ നിന്ന് പുറത്തിറക്കി വരെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ പറഞ്ഞിരുന്നത് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്ന ആളുകളെയാണ് അറസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ആളുകളെയാണ്, അങ്ങനെയുള്ള ഇല്ലീഗൽസിനെയാണ് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല, ഇവരാരും കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തതല്ല. പക്ഷേ വിസ കാലാവധി കഴിഞ്ഞതിന് ശേഷവും ഇവിടെ തുടരുന്നു. പക്ഷേ അതിൽ വിസ കാലാവധി കഴിഞ്ഞു എന്നതുകൊണ്ട് മാത്രം അവർ ലീഗൽ സ്റ്റാറ്റസ് ഇല്ലാതായി എന്ന് പറയാനാവില്ല. കാരണം അവർ പലരും ആ വിസ എക്സ്റ്റൻഷന് വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്നു. അതിലൊരു തീരുമാനമായിട്ടില്ല. അസൈലം, ഇപ്പം ഉഗാണ്ടയിൽ നിന്ന് വന്ന ഒരു സ്ത്രീ, അവർ വീൽ ചെയറിലായിരുന്നു, അവർ സിക്കിൾ സെൽ അനീമിയ ബാധിച്ച സ്ത്രീയാണ്. അവരിവിടെ അസൈലത്തിന് അപേക്ഷ കൊടുത്തിട്ടിരിക്കുന്നതിന് തീരുമാനമായിട്ടില്ല. പക്ഷേ അവരെയും ഡീപ്പോർട്ട് ചെയ്യാനായിട്ട് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ആളുകൾ ഈ ഏതെങ്കിലും വിസയുടെ തീരുമാനം, അന്തിമ തീരുമാനം വരുന്നത് വരെ കാത്തിരിക്കാം, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് യാത്ര ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരു ധാരണ വെച്ച് എയർപോർട്ടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ അറസ്റ്റിലൊക്കെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ പ്രോപ്പർ വിസ ഇല്ലെങ്കിൽ, പ്രോപ്പർ ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് അതുപോലുള്ള കാര്യങ്ങളില്ലെങ്കിൽ കഴിവതും യാത്ര ഒഴിവാക്കുക. കാരണം ഇപ്പോൾ ഈ TSAയും ICEയും തമ്മിൽ സഹകരണമുണ്ട്. ഈ ആളുകളുടെ ആരെയൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വിവരം TSAയ്ക്ക് നൽകുന്നു. അവരത് അവരുടെ ഡേറ്റാബേസിലിടുന്നു. അപ്പോൾ നമ്മുടെ ID അവിടെ കാണിക്കുമ്പോൾ ക്നിം എന്നൊരു ശബ്ദം വരും. അപ്പം പിന്നെ അവർ ICA നോട്ടിഫൈ ചെയ്യും. ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ വിസയുടെ കാലാവധി കഴിഞ്ഞു, പക്ഷേ നമ്മൾ അതിന് എക്സ്റ്റൻഷൻ അപേക്ഷ കൊടുത്തിരിക്കുന്നു, അതിനൊരു തീരുമാനവുമായിട്ടില്ല. അപ്പോൾ ആ തീരുമാനമാകുന്നത് വരെ നമ്മളിവിടെ ലീഗലാണ്, നമുക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളൊരു ധാരണയാണ് നമ്മൾ ഇതേവരെ ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ആ വിസയുടെ കാലാവധി കഴിഞ്ഞാൽ തീർന്നു, എപ്പോൾ വേണേലും ഇങ്ങനെ അറസ്റ്റ് ചെയ്യാം, പുറത്താക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ ഇതുവരെ പറഞ്ഞിരുന്നത് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ആളുകളെയാണ് ഡീപ്പോർട്ട് ചെയ്യുന്നതെന്നാണ്. അങ്ങനെയല്ല, കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, വിസ കാലാവധി കഴിഞ്ഞു എന്നുള്ള ഒറ്റ കാര്യം മാത്രം മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളാണ് ഈ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്നത്. 15 എയർപോർട്ടുകളിൽ അത് നടപ്പാക്കുന്നു. അപ്പം ന്യൂയോർക്ക് സിറ്റിയിലുമൊക്കെ ഇമിഗ്രേഷൻ ഈ അധികൃതർ അവരുടെ നടപടികളുമായിട്ട് രംഗത്ത് വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല നഗരങ്ങളിലും. അപ്പോൾ എന്തായാലും ഈ വിസ കാര്യങ്ങളിൽ നമ്മൾ ഫുൾ പ്രൂഫ് ആയിരിക്കണം നമ്മുടെ ഭാഗത്ത്. ഇനി നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് മാത്രം നമ്മൾ സുരക്ഷിതരായി എന്ന് കരുതേണ്ടതുമില്ല. അപ്പോൾ ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പലരും ഇവിടെ അമേരിക്കൻ സിറ്റിസൺസിനെ വിവാഹം കഴിച്ചവരാണ്. അപ്പോൾ അവർ വിവാഹം കഴിച്ചിട്ട് ഭർത്താവിൻ്റെ അല്ലെ ഭാര്യയുടെയോ പിന്നെ അവർക്ക് അവരുടെ കെയർ ഓഫിൽ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാം, ആ പെർമനൻറ്റ് റെസിഡൻസി കിട്ടും. പക്ഷേ അത് കിട്ടാനൊക്കെ കുറേ നാളെടുക്കും, ആ കാലമെടുക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇവർ വന്ന വിസയുടെ കാലാവധി കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റ് ചെയ്യാമെന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നു. അപ്പോൾ എങ്ങനെയായാലും ഇത് നമ്മളെല്ലാം ബാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ധാരാളം പേര് ഇങ്ങനെ പലവിധ വിസകൾ, പലവിധ ഗ്രീൻ കാർഡിനായിട്ടായാലും അല്ലെങ്കിൽ വർക്ക് വിസയുടെ എക്സ്റ്റൻഷൻ ആയാലും വർക്ക് പെർമിറ്റിൻ്റെ എക്സ്റ്റൻഷൻ ആയാലും അതിന് വേണ്ടിയിട്ടൊക്കെ അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ ആ കാത്തിരിക്കുന്നവരും ഇങ്ങനെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം വിമാനയാത്ര ഇങ്ങനെയുള്ള അവസരത്തിൽ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ധാരാളം പേർ ഇങ്ങനെയുള്ള അവസ്ഥയിലുണ്ട്. പ്രത്യേകിച്ച് ഈ H1 വിസയിൽ വന്നിട്ട് ഗ്രീൻ കാർഡിന് വേണ്ടി അപേക്ഷിച്ച് കാത്തിരിക്കുന്ന ആളുകൾ, വളരെ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ആളുകൾ. കാരണം ഗ്രീൻ കാർഡ് അപേക്ഷ പാസ്സായിട്ടുണ്ട്, പക്ഷേ ഗ്രീൻ കാർഡ് നമ്പർ ഇല്ല. ആ നമ്പർ കിട്ടുന്ന കാരണം ഒരു വർഷം ഏതാണ്ട് 9300 പേർക്കാണ് ഇന്ത്യക്കാർക്ക് ഗ്രീൻ കാർഡ് കൊടുക്കുക. അതിൽ നമ്മൾ 8-10 ലക്ഷം പേര് നിൽക്കുമ്പോൾ ഒരു വർഷം 9300 പേർക്ക് കൊടുത്താൽ പിന്നെ എത്രയോ വർഷം എടുക്കും എല്ലാവർക്കും കൊടുത്തു തീരാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇവരുടെ അപേക്ഷയെല്ലാം പാസ്സായി കിടപ്പുണ്ട്, പക്ഷേ അത് കയ്യിലേക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ യാത്രകളിലും ഇങ്ങനെ ലീഗൽ പ്രശ്നങ്ങളിൽ ചെന്ന് വിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു.